നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. കാരണം നമ്മുടെ മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ചില സ്പാം കോളുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കോളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യം പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന കോളുകൾ ഉണ്ടാകും. നമുക്ക് ഒരു ആവശ്യവും ഉണ്ടായില്ല. മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്തായിരിക്കും അത്തരത്തിൽ കോളുകൾ വരിക. നമുക്കതൊരു ശല്യമായിട്ട് വരും. അതുപോലെ തന്നെ മെസ്സേജ് ആണെങ്കിലും ഒരുപാട് മെസ്സേജ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഇൻബോക്സിലേക്ക്. അപ്പോൾ ഇത്രയും മെസ്സേജും കോളുകളും വന്ന് നമുക്ക് വലിയൊരു ഡിസ്റ്റർബ് ആവും. ഈ ഒരു സ്പാം മെസ്സേജുകളും സ്പാം കോളുകളും ഈ പ്രശ്നം നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യാനും അത് ഒഴിവാക്കാനും സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് മെസ്സേജ് ഭാഗത്തേക്ക് പോകാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്പ് ഉണ്ടാകും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ മെസ്സേജ് ആപ്പാണ്. കാണാൻ സാധിക്കും ഒരുപാട് മെസ്സേജുകൾ പരസ്യങ്ങളായിട്ടും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. ഇവിടെ കാണാൻ റമ്മി കളിക്കുന്ന ഗെയിമിന്റെ മെസ്സേജുകൾ ആവശ്യമില്ലാതെ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് മെസ്സേജുകൾ വരുന്ന അത്തരം സ്പാം മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പൊ സാധാരണ ഇത് നമ്മുടെ ഒരു ഗൂഗിൾ മെസ്സേജ് ആപ്പാണ്. അധികം മൊബൈൽ ഫോണിലും ഇപ്പൊ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഗൂഗിളിന്റെ മെസ്സേജ് ആപ്പാണ് കാണാൻ സാധിക്കുക. ഇത് നമ്മുടെ ഇമെയിൽ ഐ ഡിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഈ ഒരു പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ മെസ്സേജ് സെറ്റിംഗ്സ് ഉള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് നമ്മുടെ ഏതൊക്കെ സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ സിം കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ജനറൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ ജനറൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി എന്നുള്ളൊരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണും. ഇത് എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ കാണുന്ന സ്പാം പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് ഇത് ഓഫ് ആണോ നോക്കുക. ഓഫ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെസ്സേജിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സ്പാം മെസ്സേജുകൾ നമുക്ക് വരില്ല. അത് ഈ മെസ്സേജ് തന്നെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് കോളിലേക്ക് വരാം. നമ്മൾ ഡയലർ എടുക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയലർ ഉണ്ടാകും. ആ ഡയലർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ഡയലറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡയലർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഏറ്റവും മുകളിൽ തന്നെ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ കോളർ ഐ ഡി ആൻഡ് സ്പാം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സി കോളർ ആൻഡ് സ്പാം ഐ ഡി എന്നുള്ളതും രണ്ടാമത്തെ ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആണെങ്കിൽ അതവിടെ കിടന്നോട്ടെ, ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന സി കോളർ ആൻഡ് സ്പാം ഐ ഡി എന്നുള്ളതും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് സ്പാം കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു കോളർ ഐ ഡി ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത്തത് അത്തരത്തിലുള്ള കോളുകൾ ഫിൽറ്റർ ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇത് രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന സ്പാം കോളുകൾ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം മെസ്സേജും നമ്മൾ ബ്ലോക്ക് ചെയ്തു, കോളും നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ആപ്പ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് ചാറ്റ് എന്ന് കാണും. ഓരോ മെസ്സേജിക്കും ഓരോ വ്യത്യസ്തം ഉണ്ടാകും. നിങ്ങൾ മെസ്സേജ് അയക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ 1909 എന്നതുപോലെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത് 1909 എന്നുള്ള നമ്പറിലോട്ടാണ്. താഴെ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഫുള്ളി ബ്ലോക്ക്ഡ് എന്ന് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ ഫുള്ളി ബ്ലോക്ക്ഡ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന സ്പാം കോളുകൾ എല്ലാം ബ്ലോക്കാകും. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടാകും നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജോ കോളുകളോ നമുക്ക് ബ്ലോക്ക് ആകുമെന്ന്. ഇല്ല, അത്തരത്തിലുള്ളതൊന്നും ബ്ലോക്ക് ആകില്ല. സ്പാം സെലക്റ്റഡ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ ഉണ്ടാകും. മാർക്കറ്റിങ്ങിന് വേണ്ടി കൂടുതൽ ആളുകൾ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്ന സ്പാം കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പാമിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടും. അത്തരം കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോൺ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. കാരണം അത് ഒറിജിനൽ കോളുകളായിരിക്കും. മാത്രമല്ല മെസ്സേജുകൾ ഏത് മെസ്സേജാണെന്ന് ധൃതിപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ മെസ്സേജ് ആണോ അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള ഏതെങ്കിലും ഫേക്ക് മെസ്സേജ് ആണോ എന്ന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.